നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേടാ ഇങ്ങനെ ഞെട്ടിക്കും പോലെ വിളിച്ചു കൂവരുതെന്ന്. പോയത് ആരുടെ കാശാ? ഇട്ടിച്ചന്റെ. അല്ല, നിന്റെ ശമ്പളം അല്ലേടാ ഈ തൂവി കിടക്കുന്നത്. എന്താടാ ഇത്? എന്നതാടാ ഈ കാണിക്കുന്നത്? എന്റെ ശമ്പളം ഞാൻ എന്ത് കാണിച്ചാലും നിങ്ങൾക്ക് എന്താ? കാശ് എന്റെ ശമ്പളത്തിന് എഴുതിയിട്ട് ഇത് വലിച്ചു മൂക്കി കയറ്റാനല്ലേ? അങ്ങനെ ഇപ്പൊ വേണ്ട. അത് ക്ലാരയല്ലേ വരുന്നത്? ഇത് പറയാനാ ഞാൻ ഓടി വന്നത്. ഇനി അനുഭവിച്ചോ. എന്തോ കുഴപ്പമൊപ്പിച്ചോണ്ടുള്ള വരവാ. എന്നതാണെന്ന് ചോദിച്ചിട്ട് ഉച്ചകൊണ്ട് മുമ്പ് വെക്കളാൻ പറ. അല്ലെങ്കിൽ പിന്നെ നീ രണ്ടാമത് വെച്ച് ചോദിക്കാൻ നിൽക്കണ്ടേ? അയ്യോ, എന്താ പെങ്ങളോടുള്ള ഒരു സ്നേഹം. ആങ്ങളെ നേരിട്ട് ചോദിച്ചാ മതി. എന്റെ ശമ്പളത്തിൽ നിന്ന് പിച്ചം പിടിച്ചത് കുറെ കയ്യിലുണ്ടല്ലോ, ചെലവാകട്ടെ. എന്റെ ഈശോയെ, കുരിശായോ? എന്നതാടി? നീ കരയാതെ കാര്യം എന്താന്ന് പറ. ഞാൻ ഇനി ആ മനുഷ്യന്റെ കൂടെ ജീവിക്കില്ല. ഞാൻ ഇനി അങ്ങോട്ട് പോവില്ല. 4 ദിവസമായിട്ട് നിർത്താതെ തല്ലിക്കൊണ്ടിരിക്കുക. എന്റെ വിധി. ഒരുപാട് തെരഞ്ഞിട്ട് ഇളയ പെങ്ങൾക്ക് ഇച്ചായം കണ്ടുപിടിച്ച് തന്നതല്ലേ. സ്ത്രീധനം ചോദിക്കാതിരുന്നപ്പോ പിന്നെ ഒന്നും അന്വേഷിച്ചില്ലല്ലോ. ഒരു രാക്ഷസന്റെ തലയിലേക്ക് എന്നെ കെട്ടിവെച്ചില്ലേ. എന്റെ ജന്മം പോയി. എന്നാലും ഇപ്പൊ അവൻ പ്രശ്നം ഉണ്ടാക്കാൻ എന്താ കാര്യം? നമ്മുടെ നാട്ടിലുള്ള ഒരാളെ അവിടെ വെച്ച് കണ്ട ഞാൻ വിശേഷം ചോദിക്കില്ലേ? അതിനോ? ഈ നാട്ടിൽ നിന്ന് ഒരാൾ അവിടെ വരുമ്പോ ഒന്ന് കേറിയിരിക്കാൻ പറയുന്നതും ഒരു ചായ കൊടുക്കുന്ന മര്യാദയല്ലേ? അതിനാണോ? നാട്ടിൽ നിന്ന് ആരെങ്കിലും കണ്ട എന്റെ ചേച്ചിയുടെ വിശേഷം ചോദിച്ചറിയാൻ എനിക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? അയാളുടെ മുമ്പിൽ വെച്ച എന്നെ വലിച്ചിട്ട് തല്ലിയത്. ഇട്ടിച്ചന്റെ പെങ്ങള് കിഴക്കൻ നാട്ടില് നല്ലോണം ജീവിക്കാന്നല്ലേ നാട്ടുകാർ കരുതിയിരിക്കുന്നെ. അത് പോയില്ലേ. ആരാടി വന്നത്? കൊറിക്കമ്പനിയിലെ ജോണി. അവൻ വന്നപ്പോ നീ വിളിച്ചു കയറ്റി ഇരുത്തി ചായ കൊടുത്തു അല്ലേ? അതെ. നിങ്ങള് കൊറേ നേരം സംസാരിച്ചല്ലേ? ഈ നാട്ടുകാരനല്ലേ, എന്റെ പരിചയക്കാരനല്ലേ. 6 വർഷം ഞാൻ പ്രേമിച്ചതല്ലേ. നിസ്സാര പരിചയമാണോ? അപ്പൊ പിന്നെ കിട്ടിയതിന് പറഞ്ഞിട്ട് കാര്യമില്ല. എടീ, തോന്നിയാസം കാണിച്ചു വന്നിട്ട് ഇനി ഞാൻ എങ്ങനെ നിന്റെ കെട്ടിയവന്റെ മുഖത്ത് നോക്കും? ഞാൻ എങ്ങനെ ജോണിയുടെ മുഖത്ത് നോക്കും? അത് പറ. അയാള് വന്ന് വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും ഞാൻ ഇനി അങ്ങോട്ട് പോവില്ല. ഇച്ചായൻ എന്നെ നിർബന്ധിക്കണ്ട. നിർബന്ധിച്ചാ ഞാൻ കെട്ടി തൂങ്ങി ചാവും. എന്റെ ഈശോയെ, എന്റെ കർത്താവേ. മേരി, നീ ഒന്ന് എന്ന് അവളോട് പോകാൻ പറ. ഏതായാലും വന്നതല്ലേ, കുറച്ചു കഴിഞ്ഞ് സമാധാനം പോലെ പറയാം. ഉള്ള പിച്ചത്തരമൊക്കെ കാണിച്ച് നിങ്ങൾ കേമനാവുമ്പോ ഇടയ്ക്കിടയ്ക്കുള്ള ഇവളുടെ വരവ് നല്ലതാ. നിങ്ങളുടെ ഈ ചമ്മിയ മോന്ത എനിക്ക് കാണാമല്ലോ. ഇവളെ ഇനി എങ്ങനെ ഒന്ന് പറഞ്ഞു വിടും? നീ പോയി വാങ്ങിച്ചോണ്ട് പോടാകരണ. വാങ്ങിക്കടാ, ചെല്ല്. എൻ്റെ ടീച്ചറെ, അവർ പറയുന്നതൊക്കെ തിന്നാൻ വാങ്ങിച്ചു കൊടുത്താ 2 ദിവസമല്ല 2 വർഷം കഴിഞ്ഞാലും ആ പെണ്ണുമ്പിള്ളെ മോള് ഇവിടുന്ന് പോകില്ല. ഇച്ചിരി ഇറച്ചിയും മീനും വേണോന്ന് പറയുമ്പം അതിന് പിച്ചത്തരം പറയാൻ പറ്റുമോ? ആ പെണ്ണുമ്പിള്ളയുടെ രൂപം കണ്ടാൽ അറിയാം തീറ്റി പോറ്റുന്നവർ പിച്ചപ്പാളെടുക്കുമെന്ന്. ഞാൻ പറഞ്ഞില്ല എന്നുണ്ട്.
എന്തിയെ? ചെന്ന അമ്മായിയുടെ അനുഗ്രഹം വാങ്ങിക്കണേ. എന്താ ഇത്? ഓ, ഒന്ന് അനുഗ്രഹിക്ക എന്റെ ചേച്ചി. അവളൊരു നല്ല കാര്യത്തിന് പോവുക. ഇവളുടെ അച്ഛന് വലിയ ആഗ്രഹമായിരുന്നു ഇവള് കമ്പ്യൂട്ടർ പഠിക്കണമെന്ന്. ഒന്നിനും കാക്കാതെ ആ മനുഷ്യൻ പോയില്ലേ. പാവം, രക്ഷപ്പെട്ടതാകും. ദേ, വേണ്ട വേണ്ട, വെറുതെ അല്ല വണ്ടി ഇടിച്ച് ഈ കോലത്തിലായത്. അല്ല, അതിന് ഇവിടെ എവിടെയാ കമ്പ്യൂട്ടർ ക്ലാസ്? അയ്യോ, ദൂരെയൊന്നും അല്ല, നമ്മുടെ സഹദേവന്റെ അടുത്താ. ഇന്നലെ സഹദേവേട്ടൻ എന്നോട് ചോദിച്ചു കമ്പ്യൂട്ടർ അറിയോന്ന്. ആ നിമിഷം ഞാൻ തീരുമാനിച്ചു സഹദേവേട്ടനാണ് എന്റെ ഗുരു എന്ന്. അയ്യോ, മക്കളുടെ ആഗ്രഹമൊക്കെ നടത്തി കൊടുക്കുന്നല്ലേ ചേച്ചി നമ്മുടെയൊക്കെ ഒരു സന്തോഷം. ആ, വേറെ എവിടെയെങ്കിലും വിശ്വസിച്ച് എങ്ങനെയാ വിടുക? സഹദേവനാവുമ്പോ വിശ്വസിക്കാം. മോൾ അങ്ങോട്ട് കയറാതിരുന്നാ മതി. എന്റെ ചേച്ചി, ജോലിക്കാരിയൊക്കെ നിലക്കി നിർത്തണം. നമ്മുടെ കുടുംബകാര്യങ്ങളിലൊക്കെ ഇവനെന്തിനാ ഇടപെടണത്? കരുണനെ ഇവിടുത്തെ ജോലിക്കാരനായിട്ടല്ല കാണുന്നത്. അത് തന്നെയാ കുഴപ്പം. നീ വാടി മോളെ, ക്ലാസ്സിന് നേരമായി. വാ ഇങ്ങോട്ട്. ഇപ്പൊ എങ്ങനെയുണ്ട്? നാളെ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്നവര് പിന്നെ എന്തിനാ ഇപ്പൊ ഒരു കമ്പ്യൂട്ടർ പഠനം തുടങ്ങുന്നത്? അതാ ഞാനും ആലോചിക്കുന്നത്. ആലോചിക്കാനൊന്നുമില്ല, ഇവരിനി പോകില്ല. അതുകൊണ്ടാ മേരി കുഞ്ഞമ്മ നേരെ ഇങ്ങോട്ട് തള്ളിവിട്ടത്. ഇത് പെശക ടീച്ചറെ. ഈ അനുഗ്രഹം കൊടുത്തതിന് ടീച്ചർ പിന്നെ ദുഃഖിക്കേണ്ടി വരും. ഷോ, എന്റെ ദൈവമേ. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. പ്രായത്തിൽ ചെറുതായാലും അധ്യാപകൻ തന്നെയാ. കണ്ണിൽ കണ്ണിൽ നോക്കിയിരുന്ന് നേരം കളയരുത്. ഇഷ്ടമാണെന്ന് അവനെ കൊണ്ട് പറയിപ്പിച്ചിട്ടേ ക്ലാസ്സിൽ നിന്ന് പോരാവൂ. എന്നാലും ചേരുന്ന അന്ന് തന്നെ. ഓ പിന്നെ, ഞാൻ തുന്നൽ ക്ലാസ്സിൽ ചെന്ന ദിവസം ഗുഡ് മോർണിംഗിന് പകരം ഐ ലവ് യു എന്നാ പറഞ്ഞത്. എന്നിട്ട് വല്ല കുഴപ്പമുണ്ടായോ? നീ ചെല്ലടി പെണ്ണെ അങ്ങോട്ട്. ഓ, ഓൾ ദി ബെസ്റ്റ്.